കേരള സർക്കാരിന്റെ മൂക്കിന് താഴെ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ ഹൈക്കോടതി ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഒരു കള്ളനെയും വെറുതെ വിടില്ല എന്ന കോടതിയുടെ കർക്കശമായ നിലപാട് പിണറായി സർക്കാരിന്റെ ഉറക്കം കെടുത്തുന്നു. VSSക്ക് കണ്ടെത്താൻ കഴിയാത്തത് മുംബൈയിലെ ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ കണ്ടെത്തുമോ? മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള ബന്ധം എന്തൊക്കെയാണ്? എന്തിനാണ് SIT കുറ്റപത്രം വൈകിപ്പിച്ചത്? എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തിറങ്ങിയതോടെ ആരുടെയൊക്കെ നെഞ്ചിടിപ്പാണ് കൂടുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ സംഭവിച്ചത്? നമുക്ക് വസ്തുതകളിലേക്ക് കടക്കാം. 1998 UB ഗ്രൂപ്പ് ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പാളി സ്വർണം പൂശിയത് മെർക്കുറി ഉപയോഗിച്ചായിരുന്നു. എന്നാൽ ഇന്ന് പരിശോധിക്കുമ്പോൾ ചില പാളികളിൽ മെർക്കുറിയുടെ അംശം പോലുമില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ ആ പഴയ സ്വർണ്ണപ്പാളികൾ അപ്പാടെ മാറ്റി പകരം വ്യാജമായത് സ്ഥാപിച്ചു, അല്ലെങ്കിൽ സ്വർണത്തിന്റെ അളവിൽ വൻതോതിൽ കുറവ് വരുത്തി. ചെമ്പുപാളികൾ മൊത്തമായി കടത്തി പുതിയവ വെച്ചോ എന്ന കാര്യത്തിൽ VSS നൽകിയ റിപ്പോർട്ട് അവ്യക്തമാണ്. SITയുടെ ആവശ്യപ്രകാരം ഹൈക്കോടതി ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം നിർണായകമാണ്. മുംബൈയിലെ ബാർക്കിൽ ഈ സാമ്പിളുകൾ പരിശോധിക്കും. ശാസ്ത്രീയമായി ഒരു തരി സ്വർണം പോലും മാറിയിട്ടുണ്ടെങ്കിൽ ബാർക്കിലെ ശാസ്ത്രജ്ഞർ അത് കണ്ടെത്തും. ഇത് പിണറായി സർക്കാരിന്റെ അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയ വലിയൊരു തിരിച്ചടിയാണ്. ഇവിടെയാണ് നമ്മൾ പിണറായി സർക്കാരിനെ ചോദ്യം ചെയ്യേണ്ടത്. ശബരിമലയുടെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ ഓടി നടക്കുന്നവർ അവിടുത്തെ സ്വർണം കൊള്ളയടിക്കപ്പെട്ടപ്പോൾ എവിടെയായിരുന്നു? ഈ കേസിൽ പ്രതികളായ വമ്പന്മാർക്ക് ജാമ്യം ലഭിക്കാൻ സാഹചര്യം ഒരുക്കിയത് ആരൊക്കെയാണ്? അറസ്റ്റ് ചെയ്താൽ 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്ന പ്രാഥമിക നിയമം പോലും പാലിക്കാതെ SIT ഒത്തുകളിക്കുകയായിരുന്നു. പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും ശ്രീകുമാറും ജയിൽ മോചിതരായത് സർക്കാരിന്റെ വീഴ്ചയല്ലേ? സ്വർണ്ണക്കള്ളന്മാർക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്ന സമീപനമാണ് ഭരണകൂടം സ്വീകരിക്കുന്നത്. മുൻ ദേവസ്വം കമ്മീഷണർ N വാസുവിനെ പോലെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അന്വേഷണം അട്ടിമറിക്കാൻ അണിയറയിൽ ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചാൽ എന്താ തെറ്റ്? അടച്ചിട്ട മുറിയിൽ ഹൈക്കോടതി കേസ് പരിഗണിക്കേണ്ടി വരുന്നത് തന്നെ ഈ കേസിന്റെ ഗൗരവവും ഉന്നത ഇടപെടലുകളും ഭയന്നുകൊണ്ടാണ്. ഈ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി വെറുമൊരു സ്വർണ്ണപ്പണിക്കാരനല്ല. കർണാടക മുൻ മുഖ്യമന്ത്രി സദാനന്ദ ഗൗഡ, ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായണൻ എന്നിവർക്കൊപ്പം പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2020 ബംഗളൂരു ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വർണ്ണവാതിൽ സമർപ്പണ ചടങ്ങിൽ പോറ്റിയായിരുന്നു താരം. അതായത് കേരളം കടന്ന് ദക്ഷിണേന്ത്യയിലെ വലിയ ക്ഷേത്രങ്ങളിലെല്ലാം ഇയാൾക്ക് ബന്ധങ്ങളുണ്ട്. രാഷ്ട്രീയക്കാരുടെ തണലിൽ ഇയാൾ എത്രത്തോളം സ്വർണം കടത്തിയിട്ടുണ്ടാകും? സ്വർണ്ണക്കൊള്ളക്കാരന് റെഡ് കാർപ്പറ്റ് വിരിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം അവസാനിപ്പിക്കേണ്ട കാലമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു. സംസ്ഥാന പോലീസ് പരാജയപ്പെട്ടിടത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കളത്തിലിറങ്ങുന്നത്. EDയുടെ വരവ് പലരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട്. കാരണം പോലീസിനെ പോലെ തൊണ്ടി മുതൽ കണ്ടെത്തുക മാത്രമല്ല EDയുടെ ലക്ഷ്യം. ഈ സ്വർണം വിറ്റ് കിട്ടിയ പണം എങ്ങോട്ട് പോയി, അത് ആരുടെയൊക്കെ അക്കൗണ്ടിലെത്തി, ആരുടെയൊക്കെ ബിനാമി സ്വത്തുക്കളായി മാറി, ഇതൊക്കെയാണ് ED അന്വേഷിക്കുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 21 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തി കഴിഞ്ഞു. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ്, നടൻ ജയറാം എന്നിവരുടെ പേരുകൾ വരെ ഈ വിവാദ ചുഴിയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED സമൻസ് അയക്കുമ്പോൾ പല വമ്പന്മാരുടെയും തനി നിറം പുറത്താകും. പോലീസിനെ പോലെ ധൃതിപ്പെട്ട് അറസ്റ്റ് ചെയ്ത് 90 ദിവസം കഴിഞ്ഞ് ജാമ്യം നൽകുന്ന അബദ്ധം ED ചെയ്യില്ല. അവർ തെളിവുകൾ കൃത്യമായി അടുക്കി വെച്ച് പൂട്ടാനായി തുടങ്ങുകയാണ്. അഴിമതിയുടെ ആഴം അവിടെയും തീർന്നില്ല. 2017 കൊടിമര പുനഃപ്രതിഷ്ഠയിലും വൻ ക്രമക്കേടുകൾ നടന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. UDF സർക്കാരിന്റെ കാലത്തെ ദേവസ്വം ബോർഡ് നടത്തിയ ഈ പുനഃപ്രതിഷ്ഠയിൽ അനധികൃത പണപ്പിരിവും വാജിവാഹനം കടത്തിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ SIT അന്വേഷിക്കും. അതായത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ശബരിമലയെ ഒരു കറവപ്പശുവായിട്ടാണ് കണ്ടത് എന്ന് വ്യക്തമാണ്. 2025 ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊട്ടേഷൻ നൽകിയത് അതിന് പിന്നിലും ദുരൂഹതയുണ്ട്. ഭക്തരുടെ പണം കൊണ്ട് ഭഗവാന് സമർപ്പിക്കുന്ന സ്വർണം രാഷ്ട്രീയക്കാരുടെ സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഒഴുകുന്നത്. ഇത് വെറുമൊരു സാമ്പത്തിക കുറ്റകൃത്യമല്ല, ലോകം മുഴുവനുമുള്ള ഹൈന്ദവ വിശ്വാസികളുടെ വികാരമാണ് ശബരിമല. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ മേൽ നടന്ന ഈ ഒരു കടന്നാക്രമണത്തെ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ഈ യുക്തിവാദി സർക്കാരിന് ശബരിമല പുല്ലുവലിയായിരിക്കും, പക്ഷേ വിശ്വാസികൾക്ക് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിനെ പോലെയുള്ളൊരു ദേശീയ സ്ഥാപനത്തെ ഈ പരിശോധന ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ നീതിപീഠത്തിന്റെ കരുത്താണ് കാണിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തത് ശബരിമലയിൽ നടന്ന മോഷണത്തെ കുറിച്ചാണ്, അല്ലെ? എന്നാൽ ഈ മോഷണത്തെക്കാൾ ഭയാനകമായത് ഈ കൊള്ളയ്ക്ക് ഭരണകൂടം നൽകുന്ന സംരക്ഷണമാണ്. നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് വരാം. പിണറായി വിജയൻ നയിക്കുന്ന ഈ ഒരു സർക്കാർ ആരെയാണ് സംരക്ഷിക്കുന്നത്? ഭക്തലക്ഷങ്ങളെയാണോ, അതോ അയ്യപ്പന്റെ സ്വർണം കവർന്ന കള്ളന്മാരെയാണോ? മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ശബരിമലയുടെ ആചാരങ്ങളൊക്കെ തകർക്കാൻ കാണിച്ച ആ ഒരു ആവേശം
നവോത്ഥാനം പ്രസംഗിച്ച് യുവതികളെ കയറ്റാൻ പോലീസ് സന്നാഹം ഒരുക്കിയ ആ ശുഷ്കാന്തി എന്തുകൊണ്ടാണ് അയ്യപ്പന്റെ സ്വർണം കവർന്നവരെ പിടികൂടുന്ന കാര്യത്തിൽ ഇല്ലാതെ പോകുന്നത്? തന്ത്രിയുടെയും പന്തളം കൊട്ടാരത്തിന്റെയും അവകാശങ്ങളൊക്കെ തകർക്കാൻ കാണിച്ച അതേ വേഗതയിൽ എന്തുകൊണ്ടാണ് ഈ കേസിൽ ഒരു കുറ്റപത്രം പോലും നൽകാൻ നിങ്ങളുടെ SITക്ക് കഴിയാത്തത്? ഇത് വീഴ്ചയല്ല മുഖ്യമന്ത്രി, ഇത് ബോധപൂർവമായ ഒത്തുകളിയാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ജനങ്ങൾക്കുണ്ട്. ഭക്തർ ശബരിമലയിലെ ഭണ്ഡാരത്തിൽ ഇടുന്നത് വെറും പണമല്ല, അവരുടെ വിയർപ്പിന്റെ വിഹിതമാണ്. ആ പണം കൊണ്ട് വാങ്ങിയ സ്വർണം ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഒത്താശയോടെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങൾ മൗനം പാലിക്കുന്നത് ആരെ ഭയന്നുകൊണ്ടാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ക്രിമിനലുകൾക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് തെളിയുമ്പോൾ ആ ബന്ധത്തിന്റെ വേരുകൾ ക്ലിഫ് ഹൗസ് വരെ നീളുന്നുണ്ടോ എന്ന് കേരളം സംശയിക്കുന്നു. തൊണ്ടി മുതൽ കണ്ടെത്താൻ കഴിയാത്ത SIT സ്വർണ്ണക്കള്ളന്മാരെ രാജകീയമായി ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി ചുവപ്പ് നൂൽ പരവതാനി വിരിക്കുകയാണ്. ഇനി നമുക്ക് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പങ്കിലേക്ക് വരാം. കടകംപള്ളി മന്ത്രിയായിരുന്ന കാലത്താണ് ശബരിമലയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ അഴിമതികളും എല്ലാം അരങ്ങേറിയത്. ഇതിപ്പോ വ്യക്തമായി കഴിഞ്ഞല്ലോ. വിശ്വാസമില്ലാത്തവർ ക്ഷേത്രഭരണം കൈയാളിയാൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു സ്വർണ്ണക്കൊള്ള. ശബരിമലയിലെ ആചാരങ്ങളെ പരസ്യമായി പരിഹസിക്കുകയും ഭക്തരെ ലാത്തികൊണ്ട് നേരിടുകയും ചെയ്ത കടകംപള്ളി സുരേന്ദ്രൻ തന്റെ മൂക്കിന് താഴെ നടന്ന ഈ കൊള്ളയെക്കുറിച്ച് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാല് അത് വിശ്വസിക്കാൻ മാത്രം കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല. എത്രയെന്ന് വിചാരിച്ചാണല്ലേ മിണ്ടാതിരിക്കുക? ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടും തീരുന്നില്ല. സ്വർണ്ണപ്പാളികൾ മാറ്റി സ്ഥാപിച്ചപ്പോൾ മേർക്കുറി മായം ചേർത്ത ചെമ്പുപാളികൾ കൊണ്ട് ശ്രീകോവിൽ പൊതിഞ്ഞപ്പോ ദേവസ്വം മന്ത്രിയായിരുന്ന താങ്കൾ എന്ത് ചെയ്യുമായിരുന്നു? ഉറങ്ങുമായിരുന്നു എന്ന് പറയുമോ? EDയുടെ അന്വേഷണ പരിധിയിൽ കടകംപള്ളി സുരേന്ദ്രന്റെ പേര് കടന്നു വരുന്നത് വെറുതെയല്ല. സ്വർണ്ണക്കടത്ത് കേസായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസായാലും ഭരണകക്ഷിയുടെ ഉന്നത നേതാക്കളുടെ നിഴൽ എല്ലായിടത്തും ഉണ്ട്. ഭക്തരെ കബളിപ്പിക്കാൻ ആചാര സംരക്ഷണത്തിന്റെ വേഷം കിട്ടുന്ന ഈ ഒരു കടകംപള്ളിക്ക് അയ്യപ്പന്റെ മണ്ണിൽ നിന്ന് ചോർന്നു പോയ ഓരോരുത്തരും സ്വർണത്തിന് മറുപടി പറയണം. അധികാരം ഉപയോഗിച്ച് അന്വേഷണം അട്ടിമറിക്കാമെന്ന് കരുതരുത്. നിങ്ങൾ പൂഴ്ത്തി വെക്കുന്ന ഫയലുകൾ മുംബൈയിലെ ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിലെ മെഷീനുകൾക്ക് മുന്നിൽ തകർന്നു വീഴും. ശാസ്ത്രീയ തെളിവുകൾക്ക് മുന്നിൽ നിങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം വിലപ്പോകില്ല. പിണറായി സർക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് സഖാക്കളുടെ പാർട്ടി ഓഫീസ് അല്ല, 18-ാം പടിക്ക് മുകളിലുള്ള അയ്യപ്പന്റെ സന്നിധിയാണ്. അവിടെ കാണിക്കയായി വരുന്നത് ഭക്തന്റെ കണ്ണീരാണ്. ആ കണ്ണീരിനെ അപമാനിച്ചവർക്ക് ശാപമുണ്ടാകുമെന്ന വിശ്വാസത്തെക്കാൾ വലുതാണ് ഭാരതത്തിന്റെ നിയമം അവർക്ക് നൽകാൻ പോകുന്ന ശിക്ഷ. ED അന്വേഷണം ശക്തമാകുമ്പോൾ, ബാർക്കിന്റെ പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ, സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ ഓരോന്നായി ED പിടിച്ചെടുക്കുമ്പോൾ പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനും എല്ലാം മറുപടി പറയേണ്ടി വരും. ജനവികാരം ഇങ്ങനെ ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണക്കള്ളന്മാരെ സംരക്ഷിക്കുന്ന സർക്കാരിന് ശബരിമലയിലെ മണ്ണ് മാപ്പ് തരില്ല. ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ഓരോ ഉദ്യോഗസ്ഥനെയും ഓരോ രാഷ്ട്രീയക്കാരനെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ വിശ്വാസികൾ തീർച്ചയായും പോരാടും. നിങ്ങൾ എത്രയൊക്കെ മറച്ചു പിടിച്ചാലും സത്യം സൂര്യപ്രകാശം പോലെ പുറത്തു വരും. കാരണം ഇത് ശബരിമലയാണ്, ഇവിടെ കള്ളന്മാർക്ക് വാഴാനാകില്ല. എന്തായാലും കോടതിയുടെ ഈ മുന്നേറ്റത്തെക്കുറിച്ച്, കോടതിയുടെ ഈ വൻ നീക്കത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.